ഹായ് ഓൾ. അപ്പം ഞാൻ ഇതേ ഒരു കുറേ കാലത്തിന് ശേഷം വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചതേ അല്ല ലൈഫിൽ. കാരണം പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോവുമായിരുന്നു. ഞാൻ നല്ല ബിസിയാണ്, വർക്ക് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ ഓഫീസ് ജോലിയുണ്ട്. അപ്പോൾ ഒരു 2 to 3 പ്രൊജക്ട്സ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഒന്നിനും സമയമില്ല. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു 1 ഫുൾ ഡേ ലീവ് എടുത്തിട്ടാണ്. അപ്പം നിങ്ങൾ ആലോചിക്കണം, എനിക്കൊരു മദറുണ്ട്. എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് നല്ല ഏജ്ഡ് ആണ്, മോനുണ്ട്, മോൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യേണ്ട അവസ്ഥ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അത് ഞാൻ ആദ്യമേ ഒന്ന് പറയാം. ഒരു 6 to 7 ഡേയ്സ് ബാക്ക് എനിക്ക് തോന്നുന്നു ചാനൽ നെയിംസ് ഒറിജിനൽസ്. അവന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്കുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ മകനെ നോക്കാത്തവൻ എന്ന്. ഒറിജിനൽസിൽ വീണയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രിയിൽ നമ്മുടെ ബിഗ് ബോസ് 6 കയറിയ ഒരു ആളുണ്ടല്ലോ, സിബിൻ അതേപോലെ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രിയിൽ തന്നെ വന്ന് ഈ ഒരു ഇൻ്റർവ്യൂവിൽ പ്രത്യക്ഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വൈൽഡ് കാർഡ് എന്ന് പറയേണ്ട കാരണം, ബിഗ് ബോസിൽ വൈൽഡ് കാർഡിൽ എൻട്രിയിൽ കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് അതിലുണ്ടായിരുന്ന അജണ്ടയൊക്കെ കംപ്ലീറ്റ് പഠിച്ചറിഞ്ഞിട്ട് അതുപോലെ അതിൻ്റെ അകത്ത് മുന്നേ പോയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ചോദിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് അകത്ത് കയറിയത്. അതുകൊണ്ടാണ് വൈൽഡ് കാർഡ് എൻട്രി എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിന് വൈൽഡ് കാർഡ് എൻട്രി വഴി കയറി എന്ന് പറയാൻ റീസൺ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞ് സെപ്പറേറ്റഡ് ആയിട്ട് ഞങ്ങൾ ഇപ്പം ഒഫീഷ്യലി ഡിവേഴ്സ് കിട്ടിയത് December 30th. ഓക്കെ, അപ്പോൾ 2024 December 30th. അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, ചാറ്റിങ്ങും മെസ്സേജ് അയപ്പൊക്കെ ഉണ്ട്. കാരണം അറിയാമല്ലോ, ഒരു കുട്ടി ഇൻവോൾവ് ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും മെയിൻ്റനൻസും പിന്നെ മോൻ്റെ കാര്യങ്ങൾ ആലോചിക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ സംസാരിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം ആ കോണ്ടാക്റ്റ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയേണ്ട റീസണാണ് പറയുന്നത്. ഈ നമ്മൾ പിരിഞ്ഞു പോകാനുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെഫിനറ്റ്ലി മ്യൂച്വൽ കൺസെൻ്റ് ആകുമ്പോൾ പറഞ്ഞ് എവിഡൻസൊക്കെ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് മനസ്സിലാവുമല്ലോ. അപ്പം കാര്യങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കിയിട്ട് എൻ്റെ കയ്യിൽ എന്തൊക്കെയാണുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ വന്ന് ഒരു ഇതൊക്കെ കംപ്ലീറ്റ് ഗെയിം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വൈ ഐ കോൾഡ് ഇറ്റ് ആസ് എ വൈൽഡ് കാർഡ് എൻട്രി. അപ്പോൾ ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യമൊക്കെ അത് ഇഗ്നോർ ചെയ്തു. പക്ഷേ പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഇൻ്റർവ്യൂ എനിക്ക് പ്രശ്നമേ അല്ല. കുറേ കള്ളത്തരങ്ങളാണ് പറയുന്നത്. ഞാൻ ഇപ്പോഴും പറയുകയാണ്, അതിൻ്റെ അകത്ത് പറഞ്ഞ സകല കാര്യങ്ങളും കള്ളം മാത്രമാണ്. അത് ഇപ്പം ഇതിൽ ഞാനൊരു വീഡിയോ വെക്കുന്നുണ്ട്. കാരണം ഇത് 2 വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം, ഇവർ ഇത് അപ്ലോഡ് ചെയ്ത സമയത്ത് അത് എനിക്ക് തോന്നുന്നു August 13 or 14, 13 ആണെന്ന് തോന്നുന്നു. അപ്പം അന്നിട്ട് കഴിഞ്ഞിട്ട് ഉടനെ ഒരു റിയാക്ഷൻ വീഡിയോ വന്നായിരുന്നു. ഷഫീന ചേച്ചിയുടെ ചാനലിലാണത് വന്നത്. അപ്പോൾ അത് ഒരുപാട് മുറിവ് എനിക്കുണ്ടാക്കി. അത് എനിക്ക് മാത്രമല്ല, അതിന് കാരണം ഞാൻ ചേച്ചി വഴിയാണ് ഈ ഒരു ഡിവേഴ്സ് അല്ലെങ്കിൽ കൺക്ലൂഷൻ സ്റ്റേജിലേക്ക് പോകാനത് ഷഫീന ചേച്ചി കാരണം തന്നെയാണ്. ഉള്ള കാര്യമല്ലേ, അവന്റെ ചാനലിൽ അവൻ പറയാൻ സമ്മതിച്ചാ? ചിഞ്ചുവിന് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അത് ഉള്ള കാര്യം തന്നെയാണ്. അവൻ അവിടെ ബൂസ്റ്റപ്പ് ചെയ്തത് സിബിനെയല്ലേ? അതല്ലല്ലോ, ഇത് അങ്ങനെയല്ലല്ലോ. ഇത് വേറെ വിഷയമല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അവന്റെ അവിടെ ഇരുന്ന് അലക്കെട്ട് വെച്ചപ്പറക്കി അവിടെ ഇരിക്കട്ടെ. എനിക്ക് അറിഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ അറിഞ്ഞിട്ടില്ല. അവൻ ഇത് എടുത്തോണ്ട് ചേച്ചി ലൈവിൽ വന്ന് വീണ്ടും ലൈവ് വന്നു ഞാൻ അറിഞ്ഞു. അതിൽ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ ചേച്ചിയെ വിളിച്ചത്. നിങ്ങളെല്ലാവരും കൂടെ അവളെ ഇങ്ങനെ വാഴ്ത്തപ്പെട്ടവളാക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ജീവിതം നശിച്ചു പോയി. എത്ര നാളായി, എത്ര മീറ്റിംഗ് കൊടുത്ത്, എത്ര വീഡിയോ കൊടുത്ത്, ഇതുപോലൊരു നോവൽ അവന് മുണ്ടാ.
എനിക്ക് ആ ഒരു റെസ്പെക്റ്റ് ചേച്ചിയോടും എനിക്കുണ്ട്. കാരണം ഞാൻ ഇതിന് മുന്നേ ആരുടെങ്കിലും അതുപോലെ ഇതുപോലെ ഒരാളോട് പോയിരുന്നെങ്കിൽ എനിക്കൊരു പക്ഷെ നേരത്തെ എനിക്ക് ഡിവോഴ്സ് കിട്ടിയേനെ. അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല, ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ അന്ന് 13th ഇവർ വന്നിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു. അപ്പോൾ ചേച്ചിയുടെ സ്റ്റൈല് നിങ്ങൾക്ക് അറിയുന്നവർക്കറിയാം. ഭയങ്കര എന്താ പറയുക, ചേച്ചിക്കത് ചേച്ചിയുടെ ലൈഫിൽ സംഭവിച്ച പോലൊരു കാര്യം പോലെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് അതിൽ ഇമോഷൻസ് ഒക്കെ ഉണ്ടായിട്ട് കുറേ ചേച്ചി അതിൽ തെറിവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോട്ടെ, അത് ചേച്ചിക്ക് കാര്യം മനസ്സിലാകാത്തതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഈ ഒരു ഫോണാണ് യൂസ് ചെയ്യുന്നത് കുറേ മാസമായിട്ട്. കാരണം എൻ്റെ ഉണ്ടായിരുന്ന സാംസങ്ങിൻ്റെ ഫോണ് നിലത്ത് വീണിട്ട് കംപ്ലീറ്റ്ലി സ്ക്രാച്ചസ് ആണ്. അപ്പോൾ മോൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയതാണത്. അപ്പോൾ അത് കംപ്ലീറ്റ് സ്ക്രാച്ചസ് ആയതുകൊണ്ട് എനിക്ക് ടച്ച് ഇടയ്ക്കിടയ്ക്ക് വർക്ക് ആവുള്ളൂ. അത് മാത്രമല്ല കോൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ സിം അതിൽ ഡിറ്റക്റ്റ് ആവില്ല. അപ്പം ഡീഫോൾട്ടായിട്ട് അതിൽ ഫ്ലൈറ്റ് മോഡാണ് കിടക്കുന്നത്. അപ്പം ഞാനിത് നോർമലി യൂസ് ചെയ്യാൻ ടെമ്പററി കോൾസ് വിളിക്കണമല്ലോ, അതിനിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കഴിവതും ഞാൻ സോഷ്യൽ മീഡിയാസിൽ വലുതായിട്ട് നോക്കലും മറ്റേ ഈ നോട്ടിഫിക്കേഷൻ ചെക്കിങ്ങോ ഒന്നും ഇല്ല. അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ അമ്മയ്ക്കൊരു ഫോണുണ്ട്. അപ്പോൾ അതിലാണ് മിക്കവാറും ബാക്കപ്പും റീസെറ്റൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് യൂസ് ചെയ്യുന്നത്, അത്യാവശ്യമാണെങ്കിൽ മാത്രം. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ഒരു വീഡിയോ പോയി. ആ ഒരു വീഡിയോ ഇറങ്ങി. ആ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു റിയാക്ഷൻ, ഷഫീന ചേച്ചിയുടെ റിയാക്ഷൻ വീഡിയോ ഇറങ്ങി. എൻ്റെ അമ്മയ്ക്ക് ചെസ്റ്റ് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയിട്ട് ബേസിൽ ഞാൻ വറീഡായിരുന്നു. എനിക്ക് ടൈം കിട്ടില്ല. ഞാൻ ആ ചെയ്തുകൊണ്ടിരുന്ന കംപ്ലീറ്റ് വീഡിയോ ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ്ലി വറീഡായിരുന്നു. എനിക്ക് വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. മോൻ്റെ കാര്യങ്ങളുണ്ട്, എല്ലാം ചെയ്യുകയും വേണം. അതേസമയം ഇത് മൈൻഡിലിരിക്കുകയാണ്. അത് കഴിഞ്ഞു പോയ കാര്യമാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെന്ന് പറയുമ്പം അത് പറഞ്ഞ കംപ്ലീറ്റ് സത്യമല്ല കേട്ടോ. ഇതൊന്നും പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യമല്ല. പിന്നെ ഞാനൊരു കാര്യം പറയുന്നത്, ഞാൻ വേണ്ട എന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പം എൻ്റെ കാര്യങ്ങളും ഞങ്ങളുടെ ലൈഫിൽ നടന്ന സകല കാര്യങ്ങളും അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, ഡോക്യുമെൻ്ററി ചെയ്യൂ, യുവർ ലൈഫ് സ്റ്റോറി ഡേ 1 നിങ്ങൾ കണ്ടത് തൊട്ടിട്ട് നിങ്ങൾ ഇതുവരെ എന്തായിരുന്നു ലൈഫിൽ സംഭവിച്ചത്, ഒരു കാര്യം ചെയ്യൂ, അത് ചെയ്യൂ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വേണ്ടാന്ന് വെച്ചെങ്കിലും ഇപ്പം ഇതുപോലുള്ള ഇൻ്റർവ്യൂസ് കാണുമ്പോൾ നാളെ വീണ്ടും ഇതെടുത്തിട്ട് വന്നു. ഇപ്പം ഞാൻ ഇല്ലാണ്ടായാലും ചിലപ്പം അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇൻ്റർവ്യൂസ് കൊടുക്കും എന്ന് എനിക്ക് ചെറിയൊരു ഇത് തോന്നുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ടിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതെന്തായാലും ചെയ്യും. അപ്പം ഇന്ന് ഇത് പറഞ്ഞതിൻ്റെ റീസൺ ഷഫീന ചേച്ചിയുടെ വീഡിയോ, ആ റിയാക്ഷൻ വീഡിയോ ഭയങ്കര ഒരു ഇത് തന്നെയാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയത്. അപ്പോൾ ചേച്ചിയെടുത്ത് എനിക്ക് പറയാനുള്ളത്, ചേച്ചി പല കാര്യങ്ങളും അതിൽ പറഞ്ഞത് ഫോൾസ് ഇൻഫർമേഷൻസ് ആണ്. അങ്ങനത്തെ ഉള്ള ഞങ്ങളുടെ ലൈഫിൽ നടക്കാത്ത കാര്യങ്ങൾ പ്ലീസ് ഡോണ്ട് സർക്കുലേറ്റ്. അത് നിങ്ങളുടെ ചാനലിൽ കൂടെ വിടുമ്പോഴത്തേക്കും അത് നാട്ടുകാരിൽ എത്തുവാണ്. എനിക്കൊരു ചാനലില്ല, വന്ന് പറയാനുള്ള ടൈമും എനിക്കില്ല എന്ന് കരുതിയിട്ട് ദൈവത്തെ ഓർത്ത് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കാതെ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള തെറ്റായ ഇൻഫർമേഷൻസ് പ്രചരിപ്പിക്കരുത്. അത് അതൊരു ഫാമിലിനെ അത് നല്ല രീതിക്ക് ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ. പിന്നെ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നേരത്തെ പറഞ്ഞതല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും പറയാം. ഞാൻ പറഞ്ഞിട്ടുള്ളതിൻ്റെ റീസൺസ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ അത്ര എനിക്ക് തോന്നുന്നു അത്ര പോപ്പുലർ ഒന്നും അല്ല, അതുകൊണ്ട് തന്നെ അത് വലിയ റീച്ച് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു ചാനൽ, ഇപ്പം ഡാനിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഇപ്പോഴും കോൺടാക്റ്റ് ഉണ്ടില്ല ഞാൻ പറയുന്നില്ല. നമുക്ക് ഒരാളുടെ അടുത്ത് അതായത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു ഫ്രണ്ടായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി അവർക്ക് നമ്മൾ അപ്ഡേറ്റ്സ് കൊടുക്കും ഡെഫിനറ്റ്ലി. അത് അല്ലാതെ നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം അവരെ യൂസ് ചെയ്യുക, അതല്ല. സംസാരിച്ച് തുടങ്ങിക്കഴിയുമ്പം അവരൊരു നല്ല പേഴ്സൺ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വി വിൽ ടോക്ക് ടു ദം. നമ്മൾ നല്ലൊരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. അത് ഞാനും ചെയ്യാറുണ്ട്. പിന്നെ എവിടെ കട്ട് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഞാൻ കട്ട് ചെയ്യാറുമുണ്ട്. അത് നമുക്ക് തലവേദന കേസ് ആവണ മാത്രം അങ്ങനെ കട്ട് ചെയ്യാറുണ്ട്, അങ്ങനെ കട്ട് ചെയ്തിട്ടുമുണ്ട്. പിന്നെ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് 30th കഴിഞ്ഞു, അതായത് ഡിസംബർ 30th ഡിവോഴ്സ് കഴിഞ്ഞു. സ്റ്റിൽ ഇതിൽ നിന്ന് മൂവ് ഓൺ ആവാതെ വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തിട്ട് വന്ന് ഇൻ്റർവ്യൂ ചെയ്യുക. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, ഒരു കല്യാണം നിങ്ങളുടെ കഴിഞ്ഞു, ഏപ്രിലായിരുന്നു കല്യാണം, അപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ എബ്രോഡിന് പ്ലാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ പുള്ളി ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ. പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ഫോൺ കോൾ എടുക്കുന്നില്ല, മെസ്സേജിൻ്റെ ഇത് അയക്കുന്നില്ല. പുള്ളിക്ക് ഞാൻ ഈ ഒരു ഫോൺ എടുത്തതിൻ്റെ വരെ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട്, അതായത് ഇനി എനിക്കെതിരെ വേറെ എന്തെങ്കിലും ഇതുണ്ടാക്കുമോ എന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
അതുപോലെ എൻ്റെ അമ്മയുടെ വാട്സാപ്പിൽ നിന്ന് അയച്ചിട്ടുണ്ട്, അതുപോലെ മോൻ ഇതുപോലെ കയ്യിൽ നിന്ന് ഇത് പോയിട്ട് സ്ക്രീൻ പോയിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ വിളിക്കണേന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പം സംഭവം നടന്നത് നമ്മുടെ ഏപ്രിൽ 9th ആണെന്ന് തോന്നുന്നു, ഇവരുടെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അപ്പം അത് ഞാൻ അറിഞ്ഞതുമാണ്. ഞാൻ ഇപ്പം എനിക്ക് ഇപ്പം ഇവരുടെ കല്യാണത്തിൻ്റെ എന്തെങ്കിലും എനിക്ക് ഇഷ്യൂ ആണെങ്കിൽ അതെനിക്ക് അപ്പം ചെയ്താൽ പോരെ, വൈ ഷുഡ് ഐ കം അഗെയിൻ ആൻഡ് പുട്ട് എ വീഡിയോ ലൈക്ക് ദിസ്. അപ്പോൾ ഞാൻ ചെയ്തത്, പുള്ളിക്കാരൻ ഇങ്ങനെ മെയിൽ മോൻ വരുന്നുണ്ട്, അപ്പോൾ മോനെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. അതിൻ്റെ ആ ഒരു ക്ലിപ്പിങ്സ് ഞാനിവിടെ വെക്കാം. ഞാൻ സംസാരിക്കുന്ന രീതി കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. ചിഞ്ചു സംവെയർ ഈ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മോളോ വല്ലതും ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു തന്നെ. എന്നാൽ അവിടെ നിന്ന് തന്നെ പരിപാടിയൊക്കെ തീർത്ത് എനിക്ക് ഇമ്മീഡിയറ്റ്ലി ഇറങ്ങാം. അതുകൊണ്ടാണ്. ഒരു പ്രശ്നമില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഏതോ ഒരു വീക്കിൽ വരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എപ്പോഴാന്ന് പറഞ്ഞാൽ മതി, കൊണ്ട് കാണിക്കാം. അതുപോലെ അപ്പം പറഞ്ഞു ഇപ്പം അപ്പം വരുന്നില്ല, നെക്സ്റ്റ് വീക്കിലേക്ക് അതാക്കി. അതുകൊണ്ട് സിബിൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? മിസ് കോൾ എടുക്കുന്നുണ്ട്, വിളിച്ചായിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു. ഞാനിന്ന് ബാംഗ്ലൂർ വരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം റയനെ ഒന്ന് കാണാൻ വേണ്ടി, അതുകൊണ്ട് വിളിച്ചതാ. പ്ലാൻ ഡിച്ച് ചെയ്തു. നെക്സ്റ്റ് വീക്ക് വരത്തുള്ളൂ മിക്കവാറും. ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ വന്നോളൂ, കാണിച്ച് തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഇത് പോയി മെയ് 28 കറക്റ്റ് ആയപ്പോൾ പുള്ളി ഇവിടെ മോനെ കാണാൻ വന്നു. എൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ് വന്നത്. അപ്പോൾ അത് നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു ഓക്കെ നല്ലതല്ലേ കുട്ടീനെ കാണുന്നതും ഇൻവോൾവ് ആവുന്നു, പണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. ഞാൻ വെച്ചു ഓക്കെ മാറിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് കൂടെ പോയത്. സത്യം പറയാമല്ലോ, എനിക്ക് കാണാൻ തീരെ താല്പര്യമില്ല. കാരണം എൻ്റെ ലൈഫിൽ പുള്ളിക്കാരൻ തന്നിട്ടുള്ളത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും അല്ല. അപ്പോൾ അതിപ്പോൾ എൻ്റെ ഡോക്യുമെൻ്ററി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിലൊരു കള്ളത്തരവും പറയുന്നില്ല. വിത്ത് എവിഡൻസ്, വിത്ത് എവറിത്തിങ് ഞാൻ അതിൽ പറയുന്നതാണ്. അപ്പം മെയ് 28 മോനെ കാണാൻ വന്നു. നല്ല രീതിക്ക് തന്നെയാണ് ഞാൻ സംസാരിച്ചതും. ഒരു ഫൈറ്റിൻ്റെ ഇതിലേക്കോ അങ്ങനെയൊന്നും പോയിട്ടില്ല. പക്ഷേ നമ്മൾ വിസിറ്റേഷൻ റൈറ്റ്സ് കൊടുത്തിട്ട് കുട്ടിയുടെ ഫാദർ കാണാൻ വരുമ്പോൾ കുട്ടിയുടെ കാര്യമാണ് അന്വേഷിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിരുന്നുകൊണ്ട് എന്നെ കൺവിൻസ് ചെയ്യിക്കുന്നത്, അതായത് മുന്നേ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്നെ പറഞ്ഞ് അത് കൺവിൻസ് ചെയ്ത് ഞാൻ നല്ല ആളാണ് എന്ന് കൺവിൻസ് ചെയ്യിക്കുന്ന കുറച്ച് ടോക്കിലേക്ക് കാര്യങ്ങൾ പോയി. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ റീസൺ ഇതാണ്. അന്ന് നടന്ന കുറച്ച് ഇഷ്യൂസ് എനിക്ക് തോന്നുന്നു ഷഫീന ചേച്ചി അറിഞ്ഞിട്ടില്ല. ചേച്ചി എന്നോടത്ത് അതിന് മുന്നേ ഞങ്ങൾ സംസാരിച്ചിരുന്ന ടൈമിൽ പറഞ്ഞതാണ്, മോളെ ഇതുപോലെ മെയിൻ്റനൻസ് എപ്പോഴെങ്കിലുമൊക്കെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പറയണം എന്ന് പറഞ്ഞാണ് അന്ന് വിട്ടിട്ട് പോയത്. അപ്പം ചേച്ചി വിട്ടിട്ട് പോയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, രണ്ടുപേർക്കും പിന്നെ നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. എനിക്ക് ഒട്ടും സമയമില്ല, എൻ്റെ വർക്കും എൻ്റെ ടൈമിങ്സും ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ എനിക്കത് പറ്റിയിട്ടില്ല. പക്ഷെ എന്ന് കരുതി പുള്ളി ഇപ്പം ചേച്ചീനെ സമീപിച്ചു എന്ന് മനസ്സിലായി. കാരണം ഈ വീഡിയോ ചേച്ചി ഇട്ടതിന് വെരി നെക്സ്റ്റ് ടൈം എനിക്ക് കുറേ പേര് കോൾസ് ചെയ്തു, നിന്നെ സപ്പോർട്ട് ചെയ്തു ചേച്ചി, ഇതാണ്ട് ഇതേ കൂറുമാറി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞു, പക്ഷെ ഞാനതിപ്പോൾ ഓൺലൈൻ വഴി പറയുന്നില്ല. എന്തുകൊണ്ടാണ് ചേച്ചി ആ വീഡിയോ ചെയ്യാനായിട്ട് സമ്മതിച്ചതെന്നും അത് എന്തുകൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ ചേച്ചിനെ വിളിച്ച് കുറേ കരഞ്ഞു. ചേച്ചിയുടെ അടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, ഒരുപാട് കാര്യങ്ങൾ മുന്നേ ഞങ്ങളുടെ ലൈഫിൽ നടന്നതെല്ലാം പറഞ്ഞിട്ടും ചേച്ചി എന്തുകൊണ്ട് ആ വീഡിയോ ചെയ്തതെന്ന് വളരെ കരഞ്ഞ് വിളിച്ചു. അത് ഞാൻ എൻ്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഈ ഫോൺ നമ്പർ ചേച്ചിയുടെ കയ്യിലുണ്ട്. സോ ചേച്ചിക്ക് എൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ വെച്ചിട്ട് പോയി. കുറച്ച് കഴിഞ്ഞ ഉടനെ ചേച്ചി വീണ്ടും വീഡിയോ ചെയ്തിട്ട് ചിഞ്ചുവിനോട് മാത്രം പറയാനുള്ളതെന്നൊരു വീഡിയോ ചെയ്തു. ചേച്ചിക്ക് എന്നോട് മാത്രമാണ് പറയാനുള്ളതെങ്കിൽ ചേച്ചിക്ക് സെയിം എൻ്റെ ഫോണിലേക്ക് വിളിക്കാം. യു കുഡ് ഹാവ് ടോക്ക് ടു മീ. ഞാനത് ക്ലാരിഫൈ ചെയ്തേനെ. കാരണം അതിന് മുന്നേ വിളിച്ച കോളിൽ ഞാൻ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ചേച്ചി അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ റെക്കോർഡിങ്സ് ഉണ്ട്. ചേച്ചി അപ്പോഴും പറയുന്നുണ്ടായിരുന്നു, മോളെ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്ത് കോമ്പൻസേഷനാണ് ചെയ്യേണ്ടത്. ചേച്ചി എനിക്ക് ഒരു കോമ്പൻസേഷൻ ചെയ്യേണ്ട. എനിക്ക് പറയാനുള്ളത് ഇപ്പം ഞാൻ എല്ലാവരും അറിയാൻ വേണ്ടി പറയണം, ഞാൻ ഈ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ആദ്യം ഉണ്ടായിരുന്ന ഫോണിൽ ഓട്ടോ റെക്കോർഡിംഗ് ഓണായിരുന്നു. അപ്പോൾ അത് കാരണം കുറേ വർഷത്തെ എന്താ പറയുക ഡെയിലി ബേസിസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഞാൻ യൂസ് ചെയ്യുന്ന കോൾസ് എല്ലാം അതിൽ റെക്കോർഡഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പുള്ളിക്കാരൻ പെറ്റീഷൻ വെച്ചിട്ട് ഇതുപോലെ എനിക്ക് അയച്ചപ്പോൾ ഒരു 2 to 3 days എടുത്ത് സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് ഞാൻ എവിഡൻസിന് തിരിച്ച് ഞാൻ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തത്. അപ്പോൾ ഞാൻ എല്ലാ റീസൺസും ചേച്ചി അതിൽ പറഞ്ഞ സകലത്തിൻ്റെയും ഞാൻ റീസൺസ് എനിക്ക് പറയാനുള്ള ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്.
പ്ലീസ് ഡു വാച്ച്. പിന്നെ നിങ്ങൾ പറയുക ഞാൻ ചെയ്തത് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയും സോറി പറയാൻ തയ്യാറാണ്. കാരണം ഞാൻ കുട്ടീനെ കാണിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഡിവോഴ്സ് കഴിഞ്ഞ് ആദ്യമായിട്ട് വന്ന് വിസിറ്റേഷൻ റൈറ്റ്സ് വെച്ചിട്ട് കുട്ടീനെ കാണാൻ വന്ന ദിവസങ്ങൾ തൊട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പം തന്നെ നിങ്ങൾ പറയുമോ എനിക്ക് ഞാൻ സ്കേർഡ് ആവോ ഇല്ലയോ? അച്ഛനെ വേണ്ട എന്ന് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. സിബിന്റെ വായും കൊണ്ട് എനിക്ക് ആ കുട്ടിയെ വേണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ ആ കുട്ടിയെ തിരിഞ്ഞു നോക്കത്തില്ലെന്നോ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. ഒരു 4 ദിവസത്തിന് മുന്നേ വരെ സിബിൻ ഈ ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ഫുഡും കഴിച്ചിട്ട് വളരെ സന്തോഷപൂർവ്വമാണ് ഇവർ പിരിഞ്ഞത്. ഞാൻ ഇവിടെ ആ ഒരു വോയിസ് വയ്ക്കാം, നിങ്ങളൊന്ന് കേട്ടു നോക്കിയോ. ഞാൻ ഈ ഒരു കമന്റ്സ് വന്നതിന്റെ പുറകിൽ തന്നെ ഞാൻ സിബിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, എന്താ കളി, എങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവം ഉണ്ടോ, ആ കുട്ടിയെ കാണാറുണ്ടോ, എന്താണ് നിലവിലത്തെ സിറ്റുവേഷൻ എന്ന് ചോദിച്ചപ്പോൾ സിബിൻ എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞ കാര്യമാണ്. ഞാൻ ആ വോയിസ് അവിടെ കേൾപ്പിക്കാം. അളിയ ഞാനും എൻ്റെ മോനും എൻ്റെ മോൻ്റെ അമ്മയുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. ഉണ്ടായിരുന്ന ചിലത്തിൽ ചെറിയ അത് പലരും ആവശ്യമില്ലാതെ കയറ്റി വെച്ചു കൊടുത്തിട്ടുണ്ടായ ചില പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഗുഡ് ടേംസിലാണ്. നമ്മൾ കോ പാരന്റിങ് ആണ്. റയാനെ അന്നും ഇന്നും എന്നും ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇനി അങ്ങോട്ട് അത് തന്നെ. മോൻ്റെ കാര്യത്തിലൊന്നും ഒരു കാര്യം പോലും ഇടപെടാതിരിക്കുകയോ മാറി നിൽക്കുകയോ ഒന്നുമല്ല. ഇപ്പൊ ഞാൻ 4 ദിവസം മുന്നേ ബാംഗ്ലൂർ പോയി അവനെ കണ്ട് അവൻ്റെ കൂടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. ഞങ്ങൾ പുറത്ത് വെച്ച് ഞാനും അവൾ ചിഞ്ചുമായിട്ടാണ് പോയത്. ഞങ്ങൾ 3 പേരും പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചു നേരം സംസാരിച്ചിരുന്നു. റായിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളുടെ കാര്യങ്ങളും ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെ ഉള്ള എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് വന്നത്. അത് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. എൻ്റെ ചോരയല്ലേ അളിയാ, എൻ്റെ ചോര വിട്ടിട്ട് എവിടെ പോവാൻ? നമ്പർ 1 അതാണ്. അളിയ ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ട് പോസ്റ്റ് ഇടുന്ന ആളല്ല. അളിയൻ അറിയാലോ. ഒന്നുകിൽ ആരെങ്കിലും കൊളാബ് പോസ്റ്റുകൾ ഇടും, അതല്ലെങ്കിൽ നമ്മുടെ ഷോയുടെ പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇങ്ങനെ ഇപ്പോഴും ഈ പറയുന്ന അളിയൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത്. ശരിയാണ്, അറിയണമല്ലോ. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് എൻ്റെ ഫോണിലാണ് സൂക്ഷിക്കാറ്. എൻ്റെ ഫോണിൽ ഒരു ഫോൾഡർ തന്നെ ഉണ്ട് അവൻ്റെ ഫോട്ടോസ്. ഓക്കെ, പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുള്ളിക്കാരൻ ഇതുപോലെ കാണാൻ ഞാൻ ഐ വാസ് ബീങ് സൈലൻറ്റ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഫോണിൽ അയച്ചിട്ട് കാര്യമില്ല. അമ്മയുടെ ഫോണിലാണെങ്കിൽ അത് അമ്മ കണ്ടിട്ട് ചിലപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തേനെ. പിന്നെ ടെൻഷനായി, ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നു പേടിച്ചിട്ട് തന്നെയാണ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് കാണാൻ താല്പര്യമില്ല. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ആർക്കും കാണിക്കാൻ വേറൊരാളില്ല. എൻ്റെ അമ്മയുള്ള അമ്മയ്ക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. മോനെ വെച്ചിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. സോ ദർ വാസ് നോ അതർ ഓപ്ഷൻ ഫോർ മീ. അതുകൊണ്ടാണ് പിന്നെ ആ ഒരു കോലാഹലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ദേ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ മാസം ഈ ന്യൂ വൈഫും സിബിനും ഞാനും അന്ന് ഇത് കഴിഞ്ഞത് മോനെ കണ്ടു കഴിഞ്ഞിട്ട് വിസിറ്റേഷൻ കഴിഞ്ഞിട്ട് ആരാണോ ഈ വീഡിയോ ചെയ്തത് ആ പുള്ളിക്കാരന് ഒരു കോൺഫറൻസ് കോളിൽ വന്നതാണ്. ആ കോൺഫറൻസിൽ ഞങ്ങൾ സംസാരിച്ചിട്ട് പെട്ടെന്ന് ഇതേ ഇപ്പം ഒന്നും നടന്നിട്ടില്ല അതിന് ശേഷം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ ഇങ്ങനെ പൊട്ടിമുളച്ചേക്കാണ്. അപ്പോൾ സോ ഐ ഡോണ്ട് നോ ദ റീസൺ. ഇങ്ങനെ ഇമേജ് തകർക്കാൻ വേണ്ടിയിട്ടും എനിക്കിനി അങ്ങോട്ട് ലൈഫുണ്ട്, അത് സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ദിസ്. ഞാൻ നിങ്ങളുടെ ബാക്കിൽ നടന്നൊരു കാര്യം അന്വേഷിക്കാൻ നടന്നിട്ടില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ അലമുറയിട്ട് കരയേണ്ട കാര്യമില്ല. ഓക്കെ, സോ ബാക്കിയുള്ള വീഡിയോസിൽ സകല കാര്യങ്ങളും ഞാൻ കറക്റ്റിന് പറയുന്നുണ്ട്. പ്ലീസ് ഡു വാച്ച്.